വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം ഞങ്ങൾ ഇന്ന് വന്നേക്കുന്ന ഒരു ട്രാവൽ വീഡിയോ ആയിട്ടാണ്. അണ്ണനെ എന്തെങ്കിലും പറയണ്ടോ? എവിടെ പോകുന്നേ? അതെ, ഞങ്ങളിന്ന് തിരുവനന്തപുരത്ത് പോവാണ്. അപ്പം ഇത് ഫുൾ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് പറ്റിയ വെച്ചാൽ എല്ലാ സ്ഥലങ്ങളും കാണാം അല്ലേ. അതുകൊണ്ട് നമ്മൾ വണ്ടിയിലാണ് വന്നത്, ബസ്സിൽ വന്നില്ല. വെയിലായാലും വെയിൽ കൈയൊക്കെ കൈ പൊള്ളുന്നില്ല, കാല് പൊള്ളുന്നത്. എന്നാലും നമ്മൾ വണ്ടി വന്നത് മാക്സിമം എല്ലാ സ്ഥലവും ഒന്ന് കണ്ടുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചാണ് വണ്ടി വന്നത്. അപ്പം ഞങ്ങൾ ഇന്ന് എല്ലാ ദിവസവും നമ്മൾ ഓരോരോ വേറെ വീഡിയോ ആണല്ലോ. അപ്പോൾ ഇന്നൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. എപ്പോഴും നമ്മൾ വീട്ടിലിരുന്നാൽ പോരല്ലോ, ഇടയ്ക്കിടയ്ക്ക് ട്രാവലും കൂടെ ചെയ്യണമല്ലോ. അപ്പം നമ്മൾ ഇപ്പം ഇവിടെ ആറ്റിങ്ങൽ കഴിഞ്ഞല്ലേ. ഇപ്പം നമ്മൾ ആറ്റിങ്ങൽ കഴിഞ്ഞിട്ട് ടണൽ നോക്കി ഇവിടെ നിന്നേ കേട്ടോ. ഇൻട്രോ പറയാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഒന്നും ചെയ്തില്ല, പെട്ടെന്ന് പോരുന്നു. പിന്നെ നമ്മൾ കുറച്ച് താമസിച്ചു, കാരണം നമ്മുടെ കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ്, പരിതാപകരമാണ്. അതുകൊണ്ട് നമ്മൾ താമസിച്ചു കുറച്ച്. എന്നാലും നമ്മൾ മാക്സിമം അവിടെ നിൽക്കുന്നില്ല, നമ്മൾ പോവാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാണാം തിരുവനന്തപുരത്ത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ദാഹിച്ചു കേട്ടോ നന്നായിട്ട്. അപ്പോൾ കരിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഞങ്ങളൊരു കരിക്കട അവിടെ ഇറങ്ങി. അണ്ണന് ചെന്തെങ്ങിൻ്റെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അണ്ണൻ ചെന്തെങ്ങിൻ്റെ വാങ്ങിച്ചു, എനിക്ക് പച്ച മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പച്ചക്കരിക്കും വാങ്ങിച്ചു, അണ്ണൻ ചെന്തെങ്ങിൻ്റെ വാങ്ങിച്ചു കേട്ടോ. അണ്ണൻ അതാ ഇഷ്ടം. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയായിരുന്നു അല്ലേ. അപ്പോൾ യെസ്, ഫുള്ള് മഴയാണ്, ഫുള്ള് വെയിലാണ്. സണ്ണ റെഡ് എന്തിനു പറയുന്നത്? ചെന്തെങ്ങോ? അത് ഞാൻ പച്ചയാണ് വാങ്ങിച്ചത്. അണ്ണ ഓറഞ്ച്, ഞാൻ പച്ച കരിക്ക് വാങ്ങിച്ചു. ഇനി കുറച്ചും കൂടെ പോകണം കേട്ടോ. നമ്മൾ കരിക്ക് കുടിച്ചിട്ട് വീണ്ടും നമ്മൾ ഇനി ഒരു 20 കിലോമീറ്റർ. അങ്ങനെ ഗൈസ്, ഞങ്ങൾ കരിക്കൊക്കെ കുടിച്ച് വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ. ഞാനും അണ്ണനും ആദ്യമായിട്ടാണ് ട്രിവാൻഡ്രത്ത്. ആദ്യമായിട്ടല്ല, ഞാനും അണ്ണനും വന്നിട്ടുണ്ട്. അണ്ണൻ ഓട്ടം കമ്പനിയിൽ ജോലിയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഒരു പ്രാവശ്യം എന്തോ എനിക്കൊരു സ്റ്റഡിയുടെ ആവശ്യത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു ദിവസം വന്ന് പോയി. അല്ലാതെ നമ്മൾ തിരുവനന്തപുരത്ത് വന്നിട്ടേ ഇല്ല, ഞാനായാലും അണ്ണനെ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കുറേ പ്രതീക്ഷിച്ചാണല്ലോ വരുന്നത്. അപ്പം ഞങ്ങളങ്ങനെ ഇപ്പോൾ സൂവിലായാലും ഞങ്ങൾ വന്നിട്ടേ ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം സൂ പോകണം, പിന്നെ അങ്ങനെ തിരുവനന്തപുരത്ത് പോകണം. നമ്മുടെ അടുത്ത ജില്ലയാണല്ലോ, അപ്പോൾ പോകണമെന്നൊക്കെ ഭയങ്കര, തലസ്ഥാന നഗരിയാണല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് പോകണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒരു ലീവുള്ള ഒരു ദിവസം അണ്ണൻ പറഞ്ഞ് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ എക്സൈറ്റ്മെൻറ്റാണ്. ഏകദേശം ഒരു ആറ്റിങ്ങൽ കഴിഞ്ഞപ്പോൾ തന്നെ, ആറ്റിങ്ങലിന് മുന്നേ തന്നെ നമ്മുടെ ആ ഒരു എന്താ പറയുക, ഞാൻ എറണാകുളത്തെ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ, ഫ്ലാറ്റുകളും കെട്ടിടങ്ങളും പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ തിരുവനന്തപുരത്തോട്ട് ആദ്യമൊക്കെ ഞാൻ വന്നത് ബസ്സിലായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം വന്നത് അമ്മയുടെ കൂടെ ബസ്സിലാണ് വന്നത്. ബസ്സിൽ വന്ന് അവിടെ ഇറങ്ങി കാര്യം കഴിഞ്ഞ് അതുപോലെ വൈകിട്ട് തിരിച്ചു പോരുന്നത്. അല്ലാതെ നമ്മൾ അവിടെ നിൽക്കുക ഒന്നും കാണുന്നില്ലല്ലോ. പക്ഷെ ഇന്നാണ് നല്ല ബുള്ളറ്റിലായതുകൊണ്ട് നല്ല എല്ലാം കണ്ട് നല്ല ഹാപ്പി ആയിട്ടല്ലേ വരുന്നത്. ബസ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇടിച്ച് കുത്തിയൊക്കെ അല്ലേ പോണേ. അപ്പോൾ ഭയങ്കര രസമുണ്ട് കേട്ടോ. റോഡും നല്ല ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു രസം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എങ്ങും പോയിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇത് വണ്ടിയിലാണെങ്കിൽ അത്ര നേരം ഇരുന്നെങ്കിലും നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമുക്കിത് ലുലു മാളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ ലുലു മാളൊക്കെ എത്താറായി. അപ്പോൾ തിരിച്ചു വരുമ്പോൾ കയറണം എന്നാണ് എൻ്റെ ആഗ്രഹം ലുലു മാളിൽ. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ആണല്ലോ തിരുവനന്തപുരത്ത്. അപ്പം ഓഫ് കോഴ്സ് ഇതും ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതേ ലുലു ഒക്കെ എത്തി കേട്ടോ. ഇനിയും നമുക്ക് പോകാനുണ്ട്. അപ്പോൾ ഇപ്പം കയറിയാൽ താമസിക്കും. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കയറാൻ ഇങ്ങനെ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട്, നടക്കുമായിരിക്കും.
ലുലു ഒക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോഴാണ് കേട്ടോ എയർപോർട്ടും കാര്യങ്ങളൊക്കെ. നമുക്ക് ഇതാണ് എയർപോർട്ട്. പക്ഷെ നമുക്ക് നന്നായിട്ട് കാണാനൊന്നും പറ്റൂല, ഫുള്ള് മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമുക്ക് കാണാനൊന്നും പറ്റില്ല, ചെറുതായിട്ട് കാണാൻ പറ്റും, ഒരു മിന്നായം പോലെ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ മാൾ ഓഫ് ട്രാവൻകൂറും കാര്യങ്ങളും. അപ്പം നമുക്ക് ചെറിയ ചെറിയ രീതിയിലൊരു മിന്നായം പോലെയൊക്കെ എയർപോർട്ടും അവിടെ കിടക്കുന്ന വിമാനങ്ങളും ഒക്കെ കാണാൻ പറ്റും. ഇതേ കണ്ടില്ലേ? അപ്പം ചെറിയ രീതിയിലൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ എത്താറായി. പിന്നെ നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഈ ബിൽഡിംഗ് ഒക്കെ ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ, അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇതേ നമ്മുടെ സെക്രട്ടേറിയറ്റ് എത്തി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ ടി വിയിലും വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുള്ളതല്ലാതെ ഫസ്റ്റ് ടൈമാണ് നേരിട്ട് കാണുന്നത്. എനിക്ക് ഭയങ്കര അതിശയം തോന്നി കേട്ടോ, നമ്മളങ്ങനെ കണ്ടിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ ഇനി കുറച്ചും കൂടെ ഉള്ളൂ കേട്ടോ, ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന ഇനി കുറച്ചും കൂടെ അധികം ദൂരമില്ല സൂവിലോട്ട് പോകാൻ വേണ്ടി. അപ്പം നമ്മൾ ഫസ്റ്റ് സൂവിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അപ്പോൾ ഇതേ നമ്മുടെ സൂ എത്താറായി കേട്ടോ. സൂവിലെ പാർക്കിങ്ങാണ് കാണുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്താവുമോ എന്തോ. ഞാൻ ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു ഇതിലാണ് കേട്ടോ. അയ്യോ, ആദ്യമായിട്ടാണ് ഞാൻ, അണ്ണനും ആദ്യമായിട്ട് കേട്ടോ. നമുക്ക് നോക്കാം എന്താവുമെന്ന്. അങ്ങനെ നമ്മൾ സൂവിൻ്റെ ഫ്രണ്ടിൽ വന്നു കേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഷോക്കായിപ്പോയി കേട്ടോ, പാർക്കിംഗ് ഇല്ല. അപ്പം നമ്മളടുത്ത് പറഞ്ഞു അപ്പുറത്തെ സൈഡിൽ പോകാൻ. അപ്പം ഞങ്ങൾ ഷോക്കായിപ്പോയി. അവിടെ നിന്ന് ആ സൈഡിൽ നിന്നാണ് വന്നത്. അപ്പം നമുക്കറിയില്ലല്ലോ എവിടെയാണെന്ന്. അപ്പം ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ ഇങ്ങോട്ടാണ് കാണിച്ചത് ശരിക്കും. പിന്നെ ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ വന്നു. ഇവിടെ വന്നപ്പോൾ അതിനേക്കാളും ശോകം. ഇവിടെയും പാർക്കിംഗ് ഇല്ല. ഈ കാറിന് മാത്രമേ ഉള്ളൂ പാർക്കിംഗ്, 2 വീലറിന് പാർക്കിംഗ് ഇല്ല. പിന്നെ പുറത്ത് കൊണ്ട് വയ്ക്കേണ്ടി വന്നു. ഇങ്ങോട്ട് നോക്ക് ഗൈസ്, ഞങ്ങളിന്ന് സെയിം ബഡ് പ്ലാൻ സെയിം കളർ ഡ്രസ്സൊക്കെ ഇട്ടേക്കുന്നു. സെയിം കളർ ഡ്രസ്സൊക്കെ ഇട്ടായിരുന്നു. നമ്മൾ സൂവിലെത്തിയിട്ടുണ്ട്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ പോയപ്പോൾ അവിടെ പാർക്കിംഗ് ഇല്ല. പിന്നെ ഇപ്പുറത്തെ സൈഡിലാണ് വന്നത്, ഇവിടെ പാർക്കിംഗ് ഇല്ല. പിന്നെ പുറത്താണ് പാർക്ക് ചെയ്തേക്കുന്നത്. അങ്ങനെയാണ് പറഞ്ഞത്. മമ്മൂട്ടി ഇവിടെ ഈ പോലീസ് സ്റ്റേഷനിലാണ് വരുന്നത്, മ്യൂസിയം പോലീസ് സ്റ്റേഷൻ. അപ്പം നമ്മൾ അകത്തോട്ട് കയറാൻ പോവുകയാണ്. ഇവിടെ അതെ ഒന്നും പറഞ്ഞു. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ എവിടെ? അങ്ങോട്ട് പോയി നോക്കാം. അപ്പം നമ്മൾ തിരുവനന്തപുരത്ത് വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ സൂവിലാണ്. അപ്പം നമ്മൾ സൂവിൽ കയറാൻ പോകണം. ടിക്കറ്റ് കൗണ്ടർ അവിടെ ക്യൂ ആണ്. ഇവിടെ അങ്ങനെ ഇതേ അണ്ണനാണെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കാം കേട്ടോ. ഞങ്ങളാണെങ്കിൽ വന്നപ്പോൾ നല്ല തിരക്കാട്ടോ, നല്ലൊരു ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും കൂടി അണ്ണൻ്റെ കൂടെ ഒരു കമ്പനിക്ക് വെറുതെ നിൽക്കല്ലേ, എന്നാൽ പിന്നെ കമ്പനി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ സൂവിൽ വന്നു ഗൈസ്. അപ്പം നമ്മൾ സൂവിലോട്ട് കയറുമ്പോൾ തന്നെ ആദ്യം കാട്ടുപോത്തിനെ കേട്ടോ കാണുന്നത്. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ഇതുങ്ങൾ കിടക്കുക കേട്ടോ. ഉച്ചയായതിൻ്റെ ക്ഷീണത്തിന് കിടക്കുമായിരിക്കും. അങ്ങനെ അതുങ്ങൾ സുഖമായിട്ട് അവിടെ കിടക്കുന്നു. നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് കാട്ടുപോത്തിനെ കാണുന്നത്. അവിടെ എന്തോ കിടക്കുന്നത് ഇത് തന്നെയല്ലേ? ഇവിടേക്ക് മാണ്ട് കിടക്കും, ക്ഷീണിച്ച് കിടക്കും. ഇവിടുത്തെ കഴിയട്ടെ. സമയം കിടക്കുന്നു. ഇവിടെ എന്താ കാണാനാ? സിംഹവാലൻ കുരങ്ങാട്ടോ, ഇത് അവിടെ ഇരിപ്പുണ്ട്. അത് ഇതാണോ പോയത്? ഇത് സിംഹവാലൻ കുരങ്ങ് തിരിഞ്ഞിരിക്കുന്നു, നടക്കുന്നു. കേട്ടോ അവിടെ നിൽക്കുകയാണ്. നമ്മൾ കാട്ടുപോത്തിനെയും കണ്ട് സിംഹവാലൻ കുരങ്ങനെയും കണ്ട്.
ഇനി നമ്മൾ അടുത്ത എന്ത് കാണാൻ പോകുന്നത് നോക്കാം. ഓക്കെ, ഇതുകൊണ്ട് കുരങ്ങ് ക്ഷീണിച്ചേട്ടാ. എന്തോ ആലോചിച്ച് കിടക്കുക കേട്ടോ. ബംഗാൾ കുരങ്ങിൻ്റെ അടുത്തോട്ട് പോകും. പിന്നെ അത് ബേഡ്സിൻ്റെ അടുത്തോട്ട് വന്നു കേട്ടോ. പക്ഷെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റില്ല, ഈ ഗ്രില്ലുള്ളത് കൊണ്ട്. ഗ്രില്ലായതുകൊണ്ട് നമുക്ക് നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റില്ല കേട്ടോ ഒന്നിനും. ഇങ്ങനെ ഗ്രില്ലിൻ്റെ അകത്തൂടെ കാണുന്ന ഒരു ഇതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ഷോക്കായിപ്പോയി. പിന്നെ ഇതിനകത്ത് ഇടാൻ പറ്റുമോ, ഇനി വേറെ ഇതിനകത്ത് ഇടാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇങ്ങനെ ഗ്രില്ലിനകത്തൂടെ കാണുമ്പോൾ നമുക്ക് അത്രയും ഇത് തോന്നത്തില്ല കേട്ടോ. ഒരു നേരിട്ടിങ്ങനെ കാണുന്ന ഒരു ഫീൽ തോന്നത്തില്ല. ചിലത് ദൂരെ മാറിയായിരിക്കും നിൽക്കുന്നത്. അടിപൊളിയല്ലേ കാണാൻ, രസമുണ്ട് കേട്ടോ. കാട്ടുമുങ്ങയെ കാണാൻ അടിപൊളി, വെറൈറ്റി രണ്ടിടത്ത്. കുറേയുണ്ട്. സത്യം പറഞ്ഞാൽ എന്തോന്നും അറിഞ്ഞൂടാ. പിന്നെ ഭംഗിയുണ്ട്, രസമുണ്ട് കാണാൻ. ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങി പോവാം. താഴോട്ട് എന്താ നോക്കാം. മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മരങ്ങൾക്കെല്ലാം അതിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഹനുമാൻ കുരങ്ങുണ്ട്, പക്ഷെ സാധനത്തിനെ കാണാൻ വയ്യ, എവിടെ ഇരിക്കുന്നതെന്നൊന്നും അറിയാൻ വയ്യ. ഇതാണ് കഴിഞ്ഞ ദിവസം ചാടിപ്പോയത്. എന്ത് ചെയ്യണോ എന്തോ, കണ്ടില്ല കേട്ടോ. കണ്ടോ അണ്ണാ? കണ്ടതേ ഇല്ല. ഇല്ല, കാണുന്നില്ല. എവിടെങ്ങാണ്ട് കയറി ഒളിച്ചിരിക്കുമായിരിക്കും കേട്ടാ. അതോ ഇരിക്കുന്നു. ഒളിച്ചാണ് ഇരിക്കുന്നത്, കണ്ട ഒന്നും കാണാൻ കൂടി കിട്ടുന്നില്ല. ഇത് കഴുകൻ ഇട്ടേക്കുന്ന കൂടാട്ടോ. കഴുകൻ ആണ്. ഇതിനകത്ത് ഈ ഗ്രില്ലിനകത്തൂടെ കാണുന്നതോടെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റില്ല കേട്ടോ. ഒന്നെങ്കിൽ ഇത് ഏതെങ്കിലും മൂലയ്ക്കായിരിക്കും ഇതുങ്ങളെല്ലാം പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റൂല. ഇങ്ങനെ ദൂരെ കാഴ്ചയിൽ കാണാൻ. ഞാൻ ഇത് സൂം ചെയ്തിട്ടാണ് ഇത്രയെങ്കിലും അടുത്ത് വൃത്തിയായിട്ട് കാണുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈസൊക്കെ വലിയ സൈസാണ്. ഇതിങ്ങനെ ഫോണിൽ കാണുന്നതുകൊണ്ടാണ് ചെറുതായിട്ട് തോന്നുന്നത്. ഈ വെള്ളത്തിൽ മുതലയാട്ടോ ഉള്ളത്. പക്ഷേ സത്യം പറയല എല്ലാം ഒരു മിന്നായം പോലെ കാണുന്നുള്ളൂ. അതിൻ്റെ ചെറിയൊരു തലഭാഗം മാത്രമേ കാണുന്നുള്ളൂ. നല്ല വൃത്തിയായിട്ട് ഒന്നിനെയും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, എല്ലാം ഗ്രില്ലിട്ടേക്കുന്നുണ്ട്. നമുക്ക് ചെറുതായിട്ടൊരു മിന്നായം പോലെ കാണാൻ പറ്റും. ഈ ബോർഡിൽ കാണുന്ന എല്ലാത്തിനെയും കൂടെ ഒരുമിച്ചിട്ടേക്കുന്ന സ്ഥലം കേട്ടോ ഇത്. എല്ലാം ഉണ്ട് അവിടെ. നമ്മൾ ഈ ഫോണിൽ കാണുമ്പോൾ കുഞ്ഞിതായിട്ടാണ് തോന്നുന്നത് കേട്ടോ. ശരിക്കും ഇതൊക്കെ അത്യാവശ്യം നല്ല സൈസുള്ളതാണ്. നമുക്ക് ഇവിടെ ഗ്ലാസ് ആട്ടോ, ഗ്ലാസ്സിലൂടെ ഞാൻ വീഡിയോ എടുക്കുന്നത്.
നല്ല സൈസുള്ളതാണ് ഇതെല്ലാം. കൊക്കിൻ്റെ പോലത്തെയാണ് എല്ലാം. എല്ലാം നല്ല സൈസുണ്ട് കേട്ടോ. വിശക്കുന്നോ? എനിക്ക് വിശക്കുന്നു. അതാണ് എനിക്ക് വിശക്കുന്നു. അണ്ണന് ദാഹിച്ചു, വെള്ളം കുടിക്കാന്. പിന്നെ നെക്സ്റ്റ് കണ്ട സാധനമാണ് കേട്ടോ നീർനായ. ഇതിനെയൊക്കെ ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ട്, നീർനായയെ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്തൊരു കുളം ഉണ്ടായിരുന്നു കേട്ടോ. കുളം കുറച്ച് ഏരിയയിൽ അവിടെ ആണെങ്കിൽ ഇതാ വലിയ മീൻ കേട്ടോ. നമ്മൾ ഫോണിൽ കൂടെ കാണുമ്പോൾ എല്ലാം ചെറുതായിട്ട് തോന്നുന്നത്, നല്ല സൈസുള്ള വലിയ മീൻ. എന്നാൽ അത് അടിയിലോട്ടല്ല, പൊങ്ങി പൊങ്ങി തന്നെ കിടക്കുന്നത്. പിന്നെ അതേ കരടിക്കുട്ടന്മാരെ കണ്ടു കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് കുറച്ച് മുന്നോട്ട് നടന്നു വന്നപ്പം ഞാൻ ആദ്യമായിട്ടാണ് കരടിയെ കാണുന്നത്. അങ്ങനെ അതിനെയും കണ്ടു കേട്ടോ. സിംഹം ഒരു പെണ്ണൊരാണ്. ഗൈസ്, പിന്നെ നമ്മൾ ഹിപ്പോപ്പൊട്ടാമസിനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നല്ല സൈസുണ്ട്. നമ്മൾ ടി വിയിലും ഫോണിലൊന്നും കാണുന്ന പോലെ അല്ല, ഇതിനെയൊക്കെ നേരിട്ട് കാണാൻ ഭയങ്കര സൈസാണ്. എനിക്ക് ഒരേ സമയം അത്ഭുതവും അതിശയവും എല്ലാം കൂടെ തോന്നി ഇതിനെ കണ്ടപ്പോൾ. കൊള്ളാട്ടോ, രസമുണ്ട്. ഒരെണ്ണത്തിനെങ്കിലും കാണാൻ പറ്റിയല്ലോ. സിംഹം ഉറങ്ങുമായിരുന്നു. ഇതൊരു ടാർഗറ്റ് അടിച്ച് വരുന്ന പോലെ ഉണ്ടല്ലേ. ഇനി വെള്ളത്തിൽ ഇറങ്ങും കേട്ടോ. കുഞ്ഞി പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നീങ്ങുമ്പോൾ പിന്നെ മ്ലാവിനെ കാണാം. മ്ലാവ് എന്നിട്ട് മാൻ പോലുള്ളതാട്ടോ. മ്ലാവുണ്ട്, പിന്നെ കൃഷ്ണമൃഗമുണ്ട് കേട്ടോ. ഇതാണ് കൃഷ്ണമൃഗം. ഇതിനെല്ലാം കാണാൻ മാനിനെ പോലെ കേട്ടോ ഇതെല്ലാം ഇരിക്കുന്നത്. പിന്നെ ഇതേ നമ്മൾ മാനിൻ്റെ അടുത്തോട്ട് വന്നിരിക്കുന്നു. മാനിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഫോണിൽ കൂടെ കാണുന്ന പോലെയല്ല, നല്ല രസമുണ്ട്, ക്യൂട്ടായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മാനിനെ. ആളിരിക്കുന്നു. ഇവിടെ ലഘുഭക്ഷണശാലയുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് കട്ട്ലേറ്റ് കഴിക്കാൻ വിചാരിച്ചു. ഓക്കെ, അങ്ങനെ ഉച്ചയായതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. കട്ട്ലേറ്റ് വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച ടേസ്റ്റൊന്നും കാണൂലെന്ന്, പക്ഷേ അടിപൊളി കട്ട്ലേറ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ കട്ട്ലേറ്റ്. ഞാൻ അത് കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ പുള്ളിപ്പുലിയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും ക്ഷീണമാണെന്ന് തോന്നുന്നു. എല്ലാം കിടക്കണം. ഒരെണ്ണം ഹിപ്പോ മാത്രമേ നടക്കുന്ന കണ്ടുള്ളൂ. ബാക്കി ഇതുങ്ങളെല്ലാം ഫുൾ ടൈം ഉറക്കാൻ തോന്നുന്നു കേട്ടോ. അടുത്ത സാധനം അത് ഉറക്കം, അത് എഴുന്നേറ്റ്. ഇത് വെള്ളക്കടവയാണ്. ഇതുങ്ങളൊന്നും എഴുന്നേക്കത്തില്ലെന്ന് തോന്നുന്നു. നമ്മൾ സൂല് വരുമ്പോൾ എന്താ പ്രതീക്ഷിക്കുന്നത്, ഇതുങ്ങൾ ഓടുന്നത് നടക്കുന്നത് കാണാൻ. സിംഹം ഉറങ്ങായിരുന്നു, കടുവ ഉറങ്ങുക, കാണേണ്ട സാധനങ്ങളെല്ലാം ഉറക്കം. അതാണ് ആകെ ഒരു ശോകം. ഇത് മുള്ളംപന്നി ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. ഇങ്ങനെ ആയിരുന്നു ഇതെന്ന് ഞാൻ ഇന്നാണ് അറിയുന്നത്. അങ്ങനെ നമ്മളത് ആ ബട്ടർഫ്ലൈ പാർക്കിലോട്ട് കയറുകയാണ്. ഇതിനകത്ത് കയറിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ബട്ടർഫ്ലൈ പാർക്ക് എന്ന പേര് മാത്രമേ ഉള്ളൂ. ഞാനൊരു ബട്ടർഫ്ലൈയെ പോലും കണ്ടില്ല. ഒരുപാട് ചെടിയും പൂവും ഒക്കെ നിൽപ്പുണ്ട്, അല്ലാതെ ബട്ടർഫ്ലൈസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പം ഒട്ടക പക്ഷിയെ കണ്ടു. അത് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. എന്തായാലും അതെങ്കിലും നടക്കുന്നുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ അതിനെയും കണ്ടു കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ പാമ്പിൻ്റെ സൈഡിലോട്ടാണ് പോകുന്നത്. പാമ്പുകളെല്ലാം കാണാൻ വേണ്ടി പോട്ടോ. അങ്ങനെ നമ്മൾ വന്ന് കയറിയപ്പോൾ തന്നെ ആദ്യം കാണുന്നത് പെരുമ്പാമ്പിനെയാണ് കേട്ടോ. ഇതിനെയൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അതുപോലെയാണ് അതിൻ്റെ കൂടും വെള്ളവും. ഒന്നെങ്കിൽ ഇത് ഏതെങ്കിലും മൂലയ്ക്ക് പോയിക്കും, അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ
മൂർഖനെയും കണ്ടുപിടിക്കാൻ കുറേ എടുത്തു കേട്ടോ. അത് ആ മൂലയ്ക്ക് പോയിരിക്കുകയാണ് മൂർഖ. നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല കേട്ടോ, ഗ്ലാസ്സിലൊരു ചെറിയ മങ്ങൽ പോലെ. ചില കൂട്ടിലൊന്നും സാധനം ഇല്ല കേട്ടോ, പാമ്പില്ല. ഈ ഇരുതലമൂരിയുടെ കൂട്ടിലൊന്നും പാമ്പില്ല. ഞങ്ങൾ കുറേ നേരം നോക്കിയപ്പോൾ കണ്ടില്ല, വനത്തില്ല. പിന്നെ അതേ മൂർഖനെയും കണ്ടു കേട്ടോ. എല്ലാം ഒരിടത്ത് ഇങ്ങനെ കിടക്കുകയാണ്, സ്പോട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് നമ്മുടെ അനാക്കോണ്ട. ഞാനിവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത് അനാക്കോണ്ടയെ കാണാനായിരുന്നു. അങ്ങനെ ഞാൻ അനാക്കോണ്ടയെ കാണാൻ പോകും. ഇതാണ് അനാക്കോണ്ടയുടെ സ്ഥലം. കറക്റ്റ് ആ മൂവിയിൽ കാണുന്ന പോലെ തന്നെ അത്രയും വലിപ്പം ഇല്ലെങ്കിലും അതിനകത്തെ ഡിസൈനൊക്കെ കറക്റ്റ് കേട്ടോ. അതിനകത്ത് നമ്മൾ കുഞ്ഞു കുഞ്ഞു ഡോട്ട് കറുപ്പ് ഡോട്ടായിട്ടല്ലേ കാണുന്നത്. അപ്പോൾ അതേ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് അനാക്കോണ്ട. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന്. അനാക്കോണ്ട ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ടേ സൂവിൽ വരുമ്പോൾ അനാക്കോണ്ടയെ കാണണം. അങ്ങനെ അതിനെയും കണ്ടിരിക്കുകയാണ്. വെള്ളത്തിൽ കിടക്കുക കേട്ടോ. തല ചെറുതായിട്ട് മിന്നായം പോലെ കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ നമ്മൾ കണ്ടത് ഈ രാജവെമ്പാലയാട്ടോ. 2 എണ്ണം കിടക്കുന്നുണ്ടോ? എല്ലാം ഇങ്ങനെ കിടക്കുകയാണ്, എല്ലാം ക്ഷീണിച്ച് കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ അതിനെയും കണ്ടിട്ട് ഇറങ്ങി. അവസാനം നമ്മൾ കണ്ടത് മയിലിനെയാണ് കേട്ടോ. കുറേ മയിലുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ ഞങ്ങൾ സൂ ഫുള്ള് കണ്ടല്ലാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അനാക്കോണ്ടയാണ്. ഇഷ്ടപ്പെട്ടത് വലിയ രസമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാണ്. വിശക്കൊന്ന് ഫുഡ് എന്തെങ്കിലും കഴിക്കാം. നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ നമ്മളെല്ലാം കണ്ടി ഇറങ്ങി. ഇത് ഫുള്ള് കാണണമെങ്കിൽ എനിക്കൊന്ന് ഒരു ദിവസം ഒന്നും പോരെന്ന് തോന്നുന്നു. നമ്മൾ സമയക്കുറവ് മൂലം സൂല് മാത്രം കയറിയിട്ട് പിന്നെ ഇവിടെ മ്യൂസിയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സമയക്കുറവ് മൂലം നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് നമുക്കിനി ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് നെക്സ്റ്റ് സ്ഥലത്തോട്ട് പോകാം. അവിടെയൊക്കെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. നമുക്ക് ഇന്ന് സമയമില്ല കാണാൻ. നമ്മൾ പുറത്തോട്ടാണ്. അങ്ങനെ ഞങ്ങൾ സൂവിൽ കയറിയിട്ട് ഇറങ്ങി കേട്ടോ. എനിക്കിവിടെ തിരുവനന്തപുരത്ത് വന്നിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഈ റോഡിൻ്റെ ഇത്രയും ഭംഗിയുള്ള റോഡ്, ഇങ്ങനെ ഈ വരകളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളാണെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്ത് കുറേ സ്ഥലത്ത് പോകണമെന്ന് കരുതി സത്യം പറഞ്ഞാൽ പ്ലാൻ ചെയ്ത് വന്നത്. പക്ഷേ സൂവിൽ കയറിയപ്പോൾ തന്നെ ടൈം ഒരുപാട് പോയി. അപ്പോൾ സൂവിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സൂവിൽ വരാൻ വേണ്ടി മാത്രം ഒരു ദിവസം വരിക, അല്ലാതെ നമ്മൾ സൂവിൽ പോയിട്ട് എല്ലായിടും പോകാൻ നടക്കത്തില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾ കുറേ പ്ലാൻ ചെയ്തത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കോവളത്ത് പോകണമെന്നാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ നടക്കുമെന്ന് തോന്നുന്നില്ല, കാരണം ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി. അപ്പം അത് നടക്കത്തില്ല. ഇനി ഫുഡൊക്കെ കഴിക്കണം. അപ്പം സൂവിൽ കുറേ സമയം പോയി കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ആ ഫുഡ് കഴിക്കാൻ കയറി. അപ്പോഴത്തേക്ക് ഫുഡൊന്നും ഇല്ല, കറിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരു ഹോട്ടലിൽ കയറിയത് കേട്ടോ. കുറച്ചുകൂടെ താമസിച്ചിരുന്ന ചോറൊന്നും കിട്ടൂലായിരുന്നു. ഞങ്ങൾ സൂല് കയറിയിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റായി കേട്ടോ. ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലായിടവും ഫുഡൊക്കെ തീർന്നു തുടങ്ങി. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയത്. എന്തായാലും അവിടെ ചോറുണ്ടായിരുന്നു. ലുലു മാളിൽ പോവാണ് കേട്ടോ. ലുലു മാൾ. അപ്പം ഞങ്ങൾ സൂല് കയറുന്നതിന് മുമ്പേ കുറേ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ ലേറ്റായ കാരണം നടക്കത്തില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് ലുലു മാളിൽ പോയിട്ട് അങ്ങ് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. ലുലുവിൽ എന്തായാലും കയറണമെന്ന് വിചാരിച്ചതാണ്. അപ്പം നമ്മൾ നേരെ ഫുഡ് കഴിച്ചിട്ട് നേരെ ലുലു പോവാണ്. കോവളത്തൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. കോവളത്ത് വീണ്ടും ഇവിടുന്ന് ട്രാവൽ ചെയ്ത് കുറേ ദൂരമുണ്ട്. അതുകൊണ്ട് ഞങ്ങളത് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ നേരെ ലുലുവിലോട്ട് വന്നേക്കാം കേട്ടോ. ആ സൈഡിലങ്ങും പാർക്കിംഗ് ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങളിതേ പുറകു വശത്ത് വന്നു കേട്ടോ. പാർക്കിംഗ് ഇവിടെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ വന്നു കേട്ടോ. പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ വഴി തെറ്റിയായിരുന്നു. 2-3 അബദ്ധമൊക്കെ പറ്റിയിട്ടാണ് ഞങ്ങൾ അവസാനം എന്തായാലും ഞങ്ങൾ ലുലു മാളിൻ്റെ അകത്ത് കയറി കേട്ടോ. ഞങ്ങളിതേ കയറി. നമുക്ക് ആദ്യം ഞങ്ങൾ ലിഫ്റ്റിൽ കയറി മേളിൽ പോയി. പക്ഷേ അത് പാർക്കിംഗ് ഏരിയ തന്നെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ താഴെ ഇറങ്ങി വന്നിട്ട് പിന്നെ അകത്തിൻ്റെ എൻട്രൻസിൽ കൂടെ കയറി കേട്ടോ. ഫ്രണ്ടിൽ കൂടെ വന്നാൽ വലിയ കുഴപ്പമില്ല. ഈ പുറകിൽ കൂടെ വന്നപ്പോഴാണ് തെറ്റിപ്പോയത് കേട്ടോ. സ്വർണ്ണം വേണം വേണം മേടിച്ചോ. വെറുതെ എന്നെ പെൺപിള്ളേരോട് സ്വർണ്ണം വേണമെന്ന് ചോദിക്കരുത് കേട്ടാ.
ഇതാ കടയിലൊന്നും കയറുന്നു ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങിച്ചാ അങ്ങനെ ഇതിനകത്ത് കയറിയിട്ട് ഞാനും അണ്ണനും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ എല്ലാ ഫ്ലോറിലും പോയി അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നടന്നു കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് പിന്നെ ഏതാ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെയും കയറി. രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ എല്ലാം ഞാനും അണ്ണനും ആണെങ്കിൽ എല്ലാം കമൻ്റ് അടിച്ചാണ് പോകുന്നത്. എല്ലാം കണ്ട് രസമുണ്ടായിരുന്നു കേട്ടോ. ലുലു മാളിലെ പരിപ്പുവടയും പഴംപൊരി. അങ്ങനെ ഞങ്ങൾ അതും കഴിച്ച് കുറേ നേരം നടന്ന് കഴിഞ്ഞ് ക്ഷീണിച്ചപ്പോഴത്തേക്ക് അണ്ണന് ഭയങ്കര ഇഷ്ടമാണ് പോപ്കോൺ ചിക്കൻ. അപ്പോൾ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളത് KFCയിൽ കയറി അത് വാങ്ങിച്ചു. ഒരുപാടൊന്നും കഴിച്ചില്ല കേട്ടോ, ഒരുപാട് ഹെവി ആയിട്ടും ഒന്നും വാങ്ങിച്ചില്ല. കാരണം ഞങ്ങൾ ഓൾറെഡി ചോറ് കഴിച്ചുകൊണ്ടൊന്നും വേണ്ടായിരുന്നു, അതിൽ വിശപ്പില്ലായിരുന്നു കേട്ടോ. അണ്ണൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ചിക്കൻ പോപ്കോൺ കഴിക്കണം. മൈനസ് നോക്കി തന്നെ അടിപൊളിയാണ്. വീട്ടിൽ പോലെ നിങ്ങൾ ഒരുപാട് സ്ഥലത്തൊന്നും പോകാൻ പറ്റിയില്ല അല്ലേ? നിങ്ങൾ കുറച്ച് സ്ഥലത്തേ പോകാൻ പറ്റുള്ളൂ, സമയമില്ലാതെ. ഇനി വരുമ്പോൾ ബാക്കി സ്ഥലങ്ങളിൽ ഞങ്ങൾ കോവളത്തല്ലേ നമ്മൾ പോകാമെന്ന് വിചാരിച്ചേ. കോവളത്തൊക്കെ പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ ദൂരെ കൂടുതലാണ്. പിന്നെ ഞങ്ങൾ വിചാരിച്ച എന്തായാലും പോകുന്ന വഴിക്കല്ലേ ലുലുമാളിൽ കയറാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ലുലുമാളിൽ കയറി. അങ്ങനെ ഗൈസ് ഞങ്ങൾ എല്ലാം കണ്ടിട്ട് ഇറങ്ങി കേട്ടോ. നമ്മൾ ആ പാർക്കിങ്ങിനടുത്ത് വന്നിട്ടുണ്ട്, വണ്ടി എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ. വണ്ടി എടുത്തിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പം ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കറങ്ങാനൊക്കെ പോകുന്നത്, പ്രത്യേകിച്ച് അണ്ണൻ്റെ കൂടെ പോകുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളുടെ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് എൻജോയ് ചെയ്ത്, അതുപോലെ തന്നെ ഒരുപാട് ഹാപ്പി ആയിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്കുള്ള യാത്രകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കായാലും അണ്ണനായാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ സ്ഥലത്തൊക്കെ പോകണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി ഇങ്ങനത്തെ ഓരോ സ്ഥലത്തൊക്കെ പോകാൻ പറ്റട്ടെ. അപ്പോൾ ഇനിയും ട്രിവാൻഡ്രത്ത് വരണം, കുറേ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.
അപ്പോൾ ഇനി ഞങ്ങൾ ഓരോ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ സി യു.